വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. തലസ്ഥാനത്തെ പിണറായി വിജയന്റെ വസതിയിലുള്ള പരിശോധന പൂർത്തിയായി ഇഡി മടങ്ങുന്ന സമയത്താണ് ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ഇഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങളുടെ ഈ ചില്ലുകൾ തകർന്നിരിക്കുകയാണ്. അവർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഈ റെയ്ഡിന് ശേഷം ഇഡി ഉദ്യോഗസ്ഥർ മടങ്ങിയതിനു ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇപ്പോൾ വസതിക്ക് പുറത്തു നിൽക്കുകയാണ്. അണികളെ അഭിവാദ്യം ചെയ്തു. അതിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാനായി അദ്ദേഹം പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് 6 മണിക്കൂറിന് മേലെയാണ് ഈ തലസ്ഥാനത്ത് ഈ വീട്ടിൽ റെയ്ഡ് നടന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇഡി ചോദിച്ചറിഞ്ഞത്, എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെയും ഇനി വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും കണ്ണൂരിലെ പിണറായിയിലെ വസതിയിലും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിന്റെ വസതിയിൽ നിന്നും ഇഡി റെയ്ഡ് പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ഒന്നും ലഭിച്ചിരുന്നില്ല എന്ന് അവർ വ്യക്തമാക്കിയതാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയാണ്. പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് കാണാൻ സാധിച്ചത് ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ. ഇപ്പോഴും ഈ ഒരു വഴിയിലുടനീളം വലിയ രീതിയിലുള്ളൊരു പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്രതിഷേധത്തിനിടയിൽ പോലീസിനും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല എന്ന് ഉറപ്പാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. CPM തങ്ങളുടെ ഈ ഒരു പ്രതിരോധം അല്ലെങ്കിൽ പ്രതിഷേധം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇന്ന് രാവിലെ 6:30-ക്കാണ് 12 കേന്ദ്രങ്ങളിൽ ഇഡി റെയ്ഡ് ആരംഭിച്ചത്. അതിനുശേഷം ഈ പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കോ ഒന്നും പുറത്തിറങ്ങാനോ മറ്റുള്ളവരുമായി സംസാരിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. തീർത്തും മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത് എന്നാണ് CPM പ്രവർത്തകർ ഒട്ടാകെ പ്രതികരിച്ചത്. അതിനുശേഷം നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അങ്ങോളം ഇങ്ങോളം ഉണ്ടായത്. ഈ പ്രതിഷേധം അത്രയും ഈ റെയ്ഡ് നടന്ന കേന്ദ്രങ്ങളിലൊക്കെയും കാണാൻ സാധിച്ചതാണ്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് കണ്ണൂരിലെ പിണറായിയിലെ പാണ്ഡ്യാലമുക്കിലെ വസതിയിലാണ് കാണാൻ സാധിച്ചത്. ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനം അടിച്ചു തകർത്തിരിക്കുകയാണ് തലസ്ഥാനത്ത് CPM പ്രവർത്തകർ. കൂടാതെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കൂടാതെ പോലീസിന് അവസാനം ലാത്തി വീശേണ്ടി വന്നു. കാരണം അത്തരത്തിൽ അക്രമാസക്തരാവുകയായിരുന്നു ഈ CPM പ്രവർത്തകർ ഒട്ടാകെ തന്നെ. ഏതായാലും വരും മണിക്കൂറുകളിലും ഈ പ്രതിഷേധം കനക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇഡി കേന്ദ്രങ്ങളിലൊക്കെയും ഇവരുടെ പ്രതിഷേധവും ഇനി തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിലെ ഇഡി ആസ്ഥാനത്തിന് മുന്നിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. CPMന്റെ മാർച്ച് അവിടെ നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ ഇഡി ആസ്ഥാനത്തിന് മുന്നിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും തിരുവനന്തപുരത്ത് വൻ സംഘർഷമാണ്. ഇപ്പോൾ പിണറായി വിജയൻ സംസാരിക്കുകയാണ്. നമുക്കതിലേക്കൊന്ന് പോകാം. ഇന്നലെയാണ് ഹൈക്കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി വിധി അനുകൂലമായതിനെ തുടർന്നാണ് ഇഡിയുടെ റെയ്ഡ് ഇന്ന് 6:30-ക്ക് ആരംഭിച്ചത്. അതായത് ഹൈക്കോടതി വിധി വന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുൻപാണ് ഇഡി 12 കേന്ദ്രങ്ങളിൽ ഒരേ സമയം റെയ്ഡ് ആരംഭിച്ചത്. ഈ ഒരു റെയ്ഡിൽ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ്, തലസ്ഥാനത്തെ വീട്ടിലായിരുന്നു പിണറായി വിജയനും മകൾ വീണ വിജയനും ഒക്കെ ഉണ്ടായിരുന്നത്. അവിടെയാണ് വീണ വിജയനെ ഇഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും രേഖകൾ ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളത് ഇനി അറിയേണ്ട കാര്യം തന്നെയാണ്. അതേസമയം കണ്ണൂരിലെ പരിശോധനയിൽ നിന്ന് ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. അവർ അത് എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് MP ജയരാജനും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.
കൂടാതെ പിണറായി വിജയന്റെ മരുമകനും MLA-യുമായ മുഹമ്മദ് റിയാസിന്റെ കോട്ടുളിയുടെ വീട്ടിൽ നടന്ന ED പരിശോധനയും പൂർത്തിയായി. ഈ ED പരിശോധനയ്ക്ക് ശേഷം ആ വീട്ടിൽ നിന്ന് ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ഇതേ പ്രവർത്തകരുടെ കൂക്കി വിളികളും മുദ്രാവാക്യ വിളികളും നമ്മൾ കണ്ടതാണ്. പക്ഷേ തലസ്ഥാനത്തേതുപോലെ അത്ര സംഘർഷമൊന്നും ഉണ്ടായിരുന്നില്ല. മുദ്രാവാക്യ വിളിയും കൂക്കി വിളികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തലസ്ഥാനത്താണ് സാഹചര്യം വഷളായത്. സംഘർഷ സമാന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും അവർ സഞ്ചരിച്ച വാഹനങ്ങളിലെ ചില്ലുകൾ തകർക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കൂടാതെ ഈ പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചപ്പോൾ പോലീസിനും പരിക്കേറ്റു. അവസാനം അത് ലാത്തി ചാർജിലാണ് കലാശിച്ചത്. കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന പരിശോധനയ്ക്ക് ED അസിസ്റ്റന്റ് ഡയറക്ടർ പ്രശാന്ത് സൗരഭ്യാണ് നേതൃത്വം നൽകിയത്. ഏതായാലും ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സംഘത്തിൽ 6 പേരാണ് കണ്ണൂരിലെ പരിശോധനയിൽ ഉണ്ടായിരുന്നത്. അവർ സമർപ്പിച്ച രേഖകൾ പ്രകാരം 7:50-നാണ് ED സംഘം കണ്ണൂരിലെ പിണറായിയിലെ വസതിയിലേക്ക് പ്രവേശിച്ചത്. അവിടെ ലോക്കൽ സെക്രട്ടറി നന്ദനൻ, കെയർടേക്കർ നാണു എന്നിവരുടെ സഹായത്തോടെയാണ് അകത്ത് കയറിയതും എന്ന് ആ രേഖയിൽ പറയുന്നുണ്ട്. 8:30-ന് പരിശോധന ആരംഭിക്കുകയും ഇരുവരും സാക്ഷികളായിരുന്നു എന്നും ആ രേഖയിൽ ED രേഖപ്പെടുത്തുന്നുണ്ട്. കൂടാതെ പരിശോധനയ്ക്കിടെ നാണുവിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അതേസമയം കുറ്റകരമായ യാതൊരു രേഖകളോ ഉപകരണങ്ങളോ കണ്ടെത്തുകയോ പിടിച്ചെടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ED ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടാതെ അത് രേഖാമൂലം എഴുതി നൽകുകയുമാണ് ചെയ്തത്. ഇതാണ് MV ജയരാജൻ സ്ഥിരീകരിക്കുകയും ചെയ്തത്.